ഓപ്പറേഷൻ നംഗോറിന്റെ ഭാഗമായി വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടിയെ ചോദ്യം ചെയ്ത് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഡിഫൻഡർ പിടിച്ചെടുത്തതിനെതിരെയാണ് ഹർജി. സുഹേലെ, ദുൽഖർ സൽമാൻ നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഭൂട്ടാനിൽ നിന്നുള്ള കാർ കടത്തുമായി ബന്ധപ്പെട്ട് ദുൽഖറിന്റെ 2 വാഹനങ്ങളാണ് കസ്റ്റംസ് പിടികൂടിയത്. അതിൽ ഡിഫൻഡർ വാഹനം സീസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നടപടിക്കെതിരെയാണ് നിലവിൽ ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. താൻ നിയമാനുസൃതമായാണ് ഈ ഡിഫൻഡർ വാഹനം സ്വന്തമാക്കിയത്, അതിൽ മറ്റ് നടപടികളൊന്നുമില്ല, ഈ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് തന്നെ ബന്ധിപ്പിക്കേണ്ടതില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഹർജിയിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ ഡിഫൻഡർ വാഹനം വിട്ടുകിട്ടണം എന്ന ആവശ്യം കൂടി ഈ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഈ ഹർജി ഒരുപക്ഷെ നാളെ തന്നെ പരിഗണിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഈ ഓപ്പറേഷൻ നുംഖറിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനകളിലൊന്നാണ് ദുൽഖറിന്റെ വീട്ടിൽ നടന്നത്. ദുൽഖറിന്റെ കാറുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനവും ഏറെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹത്തോട് ഈ കാറിന്റെ ഡോക്യുമെന്റ്സുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ട് എന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കിയത്. അതിന് പിന്നാലെ ഗ്യാരേജിൽ നിന്ന് 2 കാറുകൾ കസ്റ്റംസ് ഓഫീസിലേക്ക് പിടിച്ചുകൊണ്ട് വരികയും ചെയ്തിരുന്നു. അതിൽ രേഖകൾ സമർപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ 10 ദിവസത്തിനകം രേഖകൾ സമർപ്പിക്കണം എന്ന് നിർദ്ദേശിക്കുമെന്നാണ് കസ്റ്റംസ് കമ്മീഷൻ അറിയിച്ചത്. പക്ഷേ ഇതുവരെ ദുൽഖറിന് നോട്ടീസോ മറ്റ് നടപടികളോ നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് വാഹനം വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി ദുൽഖർ നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമായി ഇതിനെ കണക്കാക്കാം.